ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുബിത വീണ്ടും വന്നിരിക്കുകയാണ് ആഫ്റ്റർ ലോങ് ടൈം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മര്യാദയ്ക്കൊരു വീഡിയോ ഇട്ടിട്ട് ഒരു കൊല്ലമാവുന്നു. അപ്പോഴാണ് വീണ്ടും നമ്മുടെ ലോക്ക്ഡൗൺ വന്നത്. അപ്പം ഈ ലോക്ക്ഡൗൺ കാരണം ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, സ്കിപ്പ് ചെയ്ത് കാണാൻ പാടില്ല പ്ലീസ്. കാരണം ഇതിനകത്തുള്ള എന്തെങ്കിലും സംഭവങ്ങൾ മിസ്സായി പോയിട്ട് ക്ലാസ് വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. രണ്ടാമത്തെ കാര്യം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യവെച്ച് വാഹനം ഓടിക്കരുത്, മദ്യവെച്ച് വാള് വെക്കരുത്, അങ്ങനെയുള്ള കുലിശിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വേറെ ഒന്നും പറയുന്നില്ല. ഇപ്പം ഈ ഒരു പരിപാടിക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെയാണ്. ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്റ്റീൽ പാട്ട, 500 ml ആണ് ഇതിൻ്റെ മെഷർ, വെള്ളം അളക്കാൻ വേണ്ടി. രണ്ടാമത് വേണ്ടത് പഞ്ചസാര, ഇതിപ്പോൾ 400 ഗ്രാം പഞ്ചസാര ഉണ്ട്. പിന്നെ വേണ്ടത് നല്ലൊരു ബോട്ടിലാണ്. ഇത് 1.25 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. ഞാൻ ഉണ്ടാക്കുന്നത് 1 ലിറ്ററാണ്. കൂടുതൽ വേണ്ടവർക്ക് വലിയ ബോട്ടിൽ എടുക്കാം. ഇത് ഈസ്റ്റ്, ഇതാണ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം. ഫെർമെൻറ്റേഷൻ ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. അതിനകത്തേക്ക് എനിക്ക് ആവശ്യമുള്ള 1 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ഈ 1 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ നേരെ 400 ഗ്രാം പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എന്തിനാണ് തിളപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈസ്റ്റ് ഒരു മൈക്രോ ഓർഗാനിസം ആണല്ലോ. ഈ ഈസ്റ്റാണ് പഞ്ചസാരേനെ ഭക്ഷണമാക്കി ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ബൈ പ്രോഡക്റ്റായിട്ട് പുറത്തുവിടുന്ന സാധനം. നമ്മളെടുക്കുന്ന സാധാരണ വെള്ളത്തിൽ ചിലപ്പോൾ ഈസ്റ്റിനെ പോലെയുള്ള വേറെയും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ ഈസ്റ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. അത് ഷുഗറിനെ ആൽക്കഹോളാക്കി കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസവും ഇതേപോലെ നല്ലവരായിരിക്കണം എന്നില്ല. ചില ആളുകൾ മഹാ കച്ചറിയായിരിക്കും. അവരെ നമ്മളെ ബിയറിനെ ചിലപ്പം പുളിയുള്ളതോ ചവർപ്പുള്ളതോ ഒക്കെ ആക്കി മാറ്റും. അപ്പം ഈ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കുന്നത്. ഇനി വേറൊരു സീക്രട്ട് കൂടി പറയാം. പൊതുവേ ഞാൻ ബിയർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംഭവം ഒരു ബിയർ അല്ല കേട്ടാ. ഇത് ശരിക്കും ഒരു ഫെർമെൻറ്റഡ് ആൽക്കഹോളിക് ബെവറേജ് ആണ്. അപ്പോൾ നമ്മുടെ ബിയറും വൈനും ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന വേറൊരു സാധനമാണ് ഇത്. ഇതിനെ സെൽജർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറ്റിയെടുക്കണം. അപ്പം ഞാൻ ആറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫെർമെൻറ്റേഷൻ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചൂടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഒരുപാട് ചൂട് കൂടുതലാണെങ്കിൽ ഈസ്റ്റെല്ലാം ചത്തുപോകും. അപ്പം ഈസ്റ്റിന് എപ്പോഴും ആക്ട് ചെയ്യാനുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ ഒരു റൂം ടെമ്പറേച്ചറാണ്. പിന്നെ ലൂക്ക് വാം വാട്ടറൊക്കെ എടുക്കാം. പക്ഷേ ഞാനിപ്പം റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഏകദേശം ഇത് ആറ്റിയിട്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ ഊറിയിട്ടുള്ള കുറേ വേസ്റ്റ് ഉണ്ടാവും. അതായത് ഇതുപോലെ അതൊക്കെ എടുത്ത് കളയണം. ഇതൊന്നും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ചേർക്കാൻ പാടില്ല. ഇത് പഞ്ചസാരയിൽ നിന്ന് വരുന്ന കുറേ വേസ്റ്റ് സംഭവങ്ങളാണ്. കൃത്യം 1 ലിറ്റർ ഉണ്ട്. നമ്മളെ 1 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി ഈ സംഭവം അങ്ങ് ചെയ്ത് കഴിയുമുണ്ട്. 1 ലിറ്റർ സാധനമായി. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം എടുക്കുകയാണ് കുറച്ച്. ഈ ഈസ്റ്റ് കലക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ വേണം. തിളപ്പിക്കുന്ന വീഡിയോ ഇട്ടില്ല, തിളപ്പിച്ചാറ്റിയ വെള്ളമാണത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഡ്രൈ ഈസ്റ്റാണ്. ഫെർമെൻറ്റേഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു ഈസ്റ്റാണ്. 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചത്. അപ്പോൾ 1 സ്പൂണ് ഏകദേശം 5 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ 1 ലിറ്ററിൽ ഞാൻ 5 ഗ്രാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് കുറച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഫെർമെൻറ്റേഷൻ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ, ഈസ്റ്റ് മര്യാദയ്ക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഇളക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് ഇളക്കി ഒരു പശുവിനൊക്കെ കൊടുക്കുന്ന ഓക്കെ കലക്കി വെച്ച പരുവത്തിലാവും. ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നൈസായിട്ട് ആ ബോട്ടിലിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഫെർമെൻറ്റേഷൻ കണ്ടെയ്നറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആഹാ, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വരികയാണ്. അടിയിൽ വേറെ തന്നെ ഒരു ലെയർ ഇങ്ങനെ നിൽക്കുകയാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. അടിയിൽ എങ്ങനെ നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ മിക്സ് ആക്കണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് സ്പൂൺ ഇട്ടിട്ട് മുകളിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പക്ഷേ ഇത് ഫുള്ളായിട്ട് മിക്സ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഈസ്റ്റ് ഷുഗറിനെ കൺസ്യൂം ചെയ്ത് മേലെയുള്ള ഷുഗർ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ മുകളിലത്തെ ഇട്ട സമയത്ത് മുകളിൽ നനയാതെ ഊറിക്കിടക്കുന്ന, മുകളിൽ മിക്സ് ആവാതെ ഊറിക്കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊന്ന് മിക്സായി കിടക്കും.
കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായി ഇളക്കുന്നേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരൻ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതെങ്ങനെ മൂടാം. ഇതേപോലെ മൂടി വെച്ചിട്ട് ഒരിക്കലും മൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റപ്പ്. ഒരു ബോട്ടിലിൻ്റെ മൂടിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മൂടിയും അക്വേറിയത്തിൻ്റെ ആ ഒരു പൈപ്പും കൂടെ വെച്ച് ഒട്ടിച്ചിട്ട്. പിന്നെ ഇങ്ങനെ ഒരു സാധനം വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. സാധാരണ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു തുണി 3-4 മടക്കായിട്ട് കെട്ടി വെച്ചാൽ മതിയാവും. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പൈപ്പിനകത്തൂടെ CO2 പുറത്തേക്ക് വരും ഈ അറ്റത്തൂടെ. എന്നാലോ പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് തിരിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പിനെ വെള്ളത്തിൽ മുക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CO2 പുറത്തേക്ക് പോവും, എയർ അകത്തേക്ക് കയറില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഫെർമെൻറ്റേഷൻ്റെ പ്രോസസ്സ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ എയർ ബബിളുകൾ പിന്നെ പുറത്തൂടെ വരുന്ന ഇതേപോലത്തെ ഒരു ക്രിസ്റ്റൽ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചത്തെ പ്രോസസ്സാണ്. ഇതിന് ബിയറായി മാറാൻ വേണ്ടി ഒരാഴ്ച എടുക്കും, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കഴിയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനും വല്ലാത്തൊരു വേവലാതിയായിരിക്കും. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ടോ, അതോ എന്തെങ്കിലും സംഭവം ഇത് തുറന്നു നോക്കണോ, മണപ്പിച്ച് നോക്കണോ, അങ്ങനെയൊക്കെയുള്ള സംശയമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിനകത്തൂടെ ബബിള് വരുന്നത് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിത് വെച്ചിട്ട് അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. കണ്ട, എയർ ബബിളിൽ ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പം ഈ ബബിള് ഇനിയിപ്പം സെക്കൻഡിൽ 1 വെച്ചിട്ടുള്ള രീതിയിൽ ഇപ്പം വന്ന് തുടങ്ങും. ഇപ്പം ഏകദേശം അങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം നന്നായിട്ട് തന്നെ ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. 7 ദിവസം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, ഇതെങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്, ഇതിലെ ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണെന്ന് ഹൈഡ്രോമീറ്റർ വെച്ചിട്ട് അളന്നു നോക്കി, അതൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണുന്നവർ അതും കൂടി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, സംശയം കമൻറ്റ് ബോക്സിലിടുക. വെറും ചെറുനാരങ്ങയും വിസ്കിയും വെച്ചുണ്ടാക്കുന്ന കോക്ടെയിലുകൾ, ചെറുനാരങ്ങയും റമ്മും വെച്ചുണ്ടാക്കുന്ന കോക്ടെയിലുകൾ, അങ്ങനെ കുറേ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. സോ സേ ചിയേഴ്സ് ടു കുപ്പിത്താൻ ബൈ ക്ലിക്കിംഗ് സബ് ബട്ടൺ. താങ്ക് യു.